കിട്ടിയില്ലെങ്കിൽ ഇവരെയും പറഞ്ഞു. അറിയിച്ച എല്ലാവരും കൂടെ അവരെല്ലാവരും ഞാൻ ഈ നമ്മളെ നമ്മുടെ പേരാവൂരിൽ ഇപ്പൊ 2 സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഒന്ന് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതും ഒന്ന് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ രണ്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റ കൊടക്കീഴിൽ 2 സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വല്ലാത്ത നിലയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കറിയാം. പേരാവൂരിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി മറ്റ് ജിം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ അടുത്ത പ്രദേശത്ത് നമുക്ക് ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്യപ്പെടുന്ന സ്ഥാപനം വളരെ നമ്മുടെ ആളുകൾക്ക് ഗുണപ്രദം ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ 2 സ്ഥാപനം ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിന് എല്ലാവിധ വിജയ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസിഡന്റ് RR ഗ്രൂപ്പിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉടമകള്, മറ്റ് ജനപ്രതിനിധികള്, പൗരപ്രമുഖര് ഇന്ന് പേരാവൂരിൽ അത്യാധുനിക രീതിയിലുള്ള ഒരു ജിംനേഷ്യം എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ജിമ്മ് വന്നിരിക്കുന്നത്. വേറെ പ്ലേസ്, ഒരു സ്ഥലത്ത് ഇൻഡോർ ആകാം ഔട്ട്ഡോർ ആകാം, എക്സസൈസ് ചെയ്യുന്ന സ്ഥലം എന്നുള്ള അർത്ഥമേ ഇതിനുള്ളൂ. ഇത് പണ്ട് കാലത്ത് പട്ടാളത്തിലും പോലീസിലുമൊക്കെ പുരാതന കാലം മുതലുണ്ടായിരുന്ന കാര്യമാണ്. ഇന്നത് നവീകരിച്ച് പല രൂപത്തിലും പല ഭാവത്തിലുമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അത് നമ്മുടെ പേരാവൂരിന്റെ ഹൃദയസ്ഥാനത്തും എത്തി പൊതുജനങ്ങൾക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ നോൺ കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസ് ഒന്നുമില്ലാത്ത രീതിയിൽ ശരീരവും മനസ്സും സൗണ്ട് ഹെൽത്ത് ഓഫ് മൈൻഡ് ഈസ് നീഡഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ബോഡി എന്ന് പറയുന്ന പോലെ ബോഡിയുടെ ക്രിയേഷനും ഒരു നല്ല മനസ്സ് വേണം. നല്ല മനസ്സുണ്ടാകണമെങ്കിൽ ഈ സൗന്ദര്യവും ശാരീരിക എക്സസൈസ് എല്ലാം കൂടിയേ മനുഷ്യന് നല്ല മനസ്സും നല്ല ശരീരവുമായി നല്ല സമൂഹമായി മാറാൻ കഴിയുള്ളൂ. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ബസ് സ്റ്റോപ്പുകളിൽ പോലും എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിലും അമേരിക്കയിലും സ്വീഡനിലും എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്ത് റിവേഴ്സൽ കുറവാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് RR ഗ്രൂപ്പ് പേരാവൂരിൽ ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. അതോടൊപ്പം RR ഗ്രൂപ്പിന്റെ MD, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര്, പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന് ആപ്തവാക്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇവിടെ വന്ന് ജിമ്മ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി തന്ന ഈ സംഘാടകരോട് എല്ലാവിധ ആശംസകളും. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മെമ്പർമാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരി വ്യവസായി അപകട സമിതി ആൾക്കാർ, അതുപോലെ വില്ലേജ് മർച്ചന്റ് ചേംബറിന്റെ ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ കായിക സ്പോർട്സ് പ്രേമികൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാടിന്റെ ഒരു മാറ്റമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഈ കുന്തലമൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ആളില്ലാത്തൊരു ഏരിയയായിരുന്നു. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വരുന്ന സമയത്ത് ചെറുപ്പക്കാർക്ക് ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അപ്പൊ ആരോഗ്യമുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ജിമ്മ്. എല്ലാ മനുഷ്യരും എക്സസൈസ് ചെയ്യണം. പക്ഷേ ജിമ്മിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏജ് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. മസിൽ സ്ട്രെങ്ത് വർദ്ധിക്കാൻ നിർബന്ധമാണ് വെയിറ്റ് ട്രെയിനിങ്. അതാണ് ഈ ജിമ്മിന്റെ ഒരു പ്രത്യേകത. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെച്ചിങ്, വാർമിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെയിറ്റ് എടുക്കേണ്ടത്. ചില കുട്ടികളെ ചിലപ്പോൾ അത് ഇൻസ്ട്രക്ടർമാർ പറഞ്ഞു കൊടുക്കും. ചില കുട്ടികൾ വന്ന ഉടനെ വലിയ വെയിറ്റ് ഒക്കെ കയറി പിടിക്കും. അതൊക്കെ ഭാവിയിൽ ബാക്ക് പെയിൻ, അതുപോലെ മുട്ടിനുള്ള ലിഗമെന്റിന്റെ കംപ്ലൈന്റ്, പല കംപ്ലൈന്റുകൾ വരും. അപ്പൊ എനിക്ക് ആദ്യമായി പറയാനുള്ള ഇവിടെ ഇൻസ്ട്രക്ടർമാരോട് പറയാനുള്ളത് നിർദ്ദേശം, കറക്റ്റായിട്ട് സ്ട്രെച്ചിങ്, വാർമിങ് കഴിഞ്ഞ് പടിപടിയായിട്ട് മാത്രമേ വലിയ വെയിറ്റിലേക്ക് കുട്ടികളെ നിങ്ങൾ തള്ളിവിടാൻ പാടുള്ളൂ. പെട്ടെന്ന് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നു. അതിനൊക്കെ ഞാനെതിരാണ്. പ്രോട്ടീൻ പൗഡറൊക്കെ ഒരു പക്ഷെ നല്ലതായിരിക്കും. പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അല്ലാതെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓവർ വെയിറ്റ് ഇട്ട് കളിക്കാതെ ലൈറ്റായിട്ട് വെയിറ്റ്. ഇപ്പൊ ചില ജിമ്മിൽ പല ജിമ്മിൽ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വെയിറ്റിംഗ് എടുക്കുമ്പോൾ മുട്ട് മടക്കൂല. മുട്ട് മടക്കാണ്ട് ഒരു ബക്കറ്റ് വെള്ളം പോലും നമ്മൾ എടുക്കാൻ പാടില്ല എന്നതാണ്. ഈ തിയറി അറിയുന്ന ഇൻസ്ട്രക്ടർമാരൊക്കെ വളരെ കുറവേ ഉള്ളൂ. അങ്ങനെ വരുന്ന നമുക്ക് ഒന്ന് നമ്മുടെ ബാക്ക് പെയിൻ ആണ് വരിക. ആദ്യം നമ്മുടെ നട്ടലിന്റെ ഇരുവശങ്ങളിലുള്ള പേശികൾ പവർഫുൾ ആവണം. അപ്പൊ അത് കിടന്നിട്ടുള്ള വർക്കൗട്ടുകൾ കുറെ ചെയ്തിട്ട് മാത്രമേ വലിയ വെയിറ്റിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ഏതായാലും ഇത് നമ്മുടെ നാടിന്റെ ഒരു മാറ്റമാണ്. ധാരാളം ചെറുപ്പക്കാർ ഇവിടെ വന്നു പോകും. ബിസിനസ്സുകാർക്കായാലും നാടിനായാലും ഉണർവാണ്. ഈ പ്രസ്ഥാനത്തിന് ഇവിടെ കൊണ്ടുവന്ന ഇതിന്റെ അതോറിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഏറെ ബഹുമാന്യനായ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ടവരെ, പേരാവൂരിന് അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് RR ഗ്രൂപ്പിന്റെ സ്ഥാപനം.
എന്നാലും ന്യൂ ജനറേഷൻ ഏറ്റവും ആകർഷണീയമായ രീതിയിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനം മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാവരും സംസാരിച്ചത് തന്നെയാണ് ഇനി ആവർത്തിക്കാനുള്ളത്. 2 സൗന്ദര്യവർദ്ധക, പുരുഷന്റെ സൗന്ദര്യം അവൻ്റെ ആരോഗ്യമാണ്, സ്ത്രീയുടെ സൗന്ദര്യം അവൻ്റെ കാണാനുള്ളതുമാണ് എന്നാണ് സങ്കല്പം. ഇപ്പോൾ അതൊക്കെ മാറി. 2 പേരും കാണാനും നന്നാവണം, അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ളവരും ആവണം എന്നതാണ് പുതിയ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് ഇവിടെ ഈ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ തീർച്ചയായിട്ടും ഈ സംവിധാനത്തിൽ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പിന്നെ ഏറ്റവും നന്നായി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബിൽഡിംഗ് ഓണർ ഇതിന് തന്നെ ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് നന്നായി. എന്റെ വീട്ടിന്റെ മുമ്പിലായി ഈ സംഭവം എല്ലാം എനിക്കൊന്ന് പറയാം. വളരെ സന്തോഷം. ഒരു വലിയ വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം പേരാവൂരിൽ ഒരു ഇത്രത്തോളം പ്രശസ്തമായ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. നന്നായി വരട്ടെ എന്നാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ പേരാവൂരിൽ ഇത് 3ാമത്തെ തവണ എൻ്റെ ഓർമ്മ ജന്മം. എന്തായാലും ഇത്രയും അത്യാധുനിക സൗകര്യത്തോടു കൂടി ഈ ഒരു പരിപാടിയുടെ തുടങ്ങാൻ മത്സരാലയത്തിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെയും